Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി കാട ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കാടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉൾവശം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാട ഫ്രൈ. ആ ഒരു മെത്തേഡിലുള്ള ഒരു കാട ഫ്രൈ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാട ഫ്രൈ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 കാടയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ മുഴുവനായിട്ടുള്ള കാടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ വശം തിരി കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് അവിടെയൊക്കെ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്കിലാണ് മാരിനേഷൻ നന്നായിട്ട് പിടിക്കുക. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇനി 1 എഗ് വൈറ്റ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും. ഇനി എല്ലാതും കൂടെ നന്നായിട്ട് ഇതുപോലെ കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ എഗ് വൈറ്റും ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാശ്മീർ ചില്ലി പൗഡർ ആയതുകൊണ്ട് നല്ല കളറായിട്ടും കിട്ടിയിട്ടുണ്ട് മാരിനേഷന്. ഇനി ഇതുപോലെ കാട എടുത്തിട്ട് ഓരോന്നായിട്ട് എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മസാല. എങ്കിലാണ് മാരിനേഷൻ നന്നായെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ മസാല നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കണം ഓരോ കാടയും. സെയിം മെത്തേഡിൽ തന്നെ ഓരോന്നും ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 കാടക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഇത് 3 കാടക്ക് കറക്റ്റ് അളവാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് മാരിനേഷന് കവർ ചെയ്ത് നിൽക്കണം. നമ്മളത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ എല്ലാതും മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. പുറത്തോ ഫ്രിഡ്ജിലോ എങ്ങനെ വേണേലും വെക്കാം. ഇത് 1 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ടു ലോ എന്നുള്ള രീതിയിൽ വേണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. ഒരു വശം വെന്ത് വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കാശ്മീർ ചില്ലി പൗഡർ ആഡ് ചെയ്തും കൊണ്ട് കാട നല്ല കളറുണ്ട്, കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഉള്ളൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ. ഓരോ വശം ഇതുപോലെ മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് എടുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് അതേ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പിലയും പച്ചമുളകും കാടയും എല്ലാം കൂടെ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു സ്മെല്ലും നല്ല ഫ്ലേവറും ഉണ്ടാവും കാടക്ക്. നേരത്തെ ഇതിട്ട് കൊടുക്കാൻ പാടില്ല, അങ്ങനെ ആകുമ്പോഴേ ഇത് കരിഞ്ഞു പോവുള്ളൂ. അപ്പം നമ്മൾ ഓയിൽ നിന്ന് കോരുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് മാത്രം ഇതിട്ട് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ എല്ലാതും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഈ ഒരു മെത്തേഡിൽ കാട ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മാരിനേഷൻ നന്നാക്കി കണ്ടില്ല, നല്ല കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാരിനേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ. ഇതാ നമ്മുടെ കാട ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു സ്റ്റൈലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതേ ഒരു മെത്തേഡിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും. കാശ്മീർ ചില്ലി പൗഡറൊക്കെ ആയതുകൊണ്ട് നല്ല അട്രാക്ഷൻ, അതേ സെയിം മെത്തേഡിൽ നല്ല കളറും പുറമെ നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാട ഫ്രൈ ആണിത്.
അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മടിക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.